ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതം മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി വേദസ്യ ആണീസ്തഃ ശ്രുതം മേ മാ പ്രഹാസിഃ അനേന അഹോരാത്രൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി ത്വന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ആദരണീയരായ എല്ലാ സുഹൃത്തുക്കൾക്കും സാദര നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ഹിന്ദുത്വത്തെക്കുറിച്ചായി. ഞാൻ സൂചിപ്പിച്ചു, ഹിന്ദുത്വം ഭാരതത്തിൻ്റെ പ്രാണനാണ്. ഈ പ്രാണവായു ശ്വസിക്കുന്നവന് അമരത്വമുണ്ടാവും. ഭാരതത്തിൽ ജീവിക്കുന്ന അഥവാ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ഹിന്ദുവിൻ്റെ ജീവിതക്രമമാണ് ഹിന്ദുത്വം എന്നാണ് പറഞ്ഞു വന്നതിന് സാരം. ഇത് ഹിന്ദുത്വം എന്നറിയപ്പെടുന്നതിന് മുൻപ് സനാതനധർമ്മമായി. എന്താ സനാതനം? ആചാര്യന്മാർ പറഞ്ഞത് ചിരപുരാതന നിത്യനൂതന ഇതി സനാതന. ഇത് ചിരപുരാതനമാണ്, ഒപ്പം നിത്യനൂതനവുമാണ്. ഇതിന് പറയുന്ന പേരാണ് സനാതനം. ഇതിൻ്റെ പ്രാചീനത എത്രയെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അത്രത്തോളം പഴമ ഇതിനുണ്ട്. ഒപ്പം ഇത് നിത്യനൂതനവുമാണ്. യഥാർത്ഥത്തിൽ സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത്, സ്ഥായിയായിട്ടുള്ളത്, സ്ഥിരമായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളത്. അതാണ് സനാതനം. ഇവിടെ സനാതനധർമ്മം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ധർമ്മം? നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ, അതായത് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളിൽ, അത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയാണ്.
അതിൽ പ്രഥമ പുരുഷാർത്ഥമാണ് ധർമ്മം, പരമപുരുഷാർത്ഥമാണ് മോക്ഷം. അർത്ഥവും കാമവും, അതായത് ധനസമ്പാദനം ആർജിക്കല്, അതുപോലെ കാമനകൾ നേടല്, അതൊക്കെ കേവലം ധർമ്മത്തിനും മോക്ഷത്തിനും ഇടയ്ക്കുള്ള കേവലം പടവുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധർമ്മം എല്ലാ വ്യക്തിയുടെയും ജീവിതം ധർമ്മത്തിൽ അധിഷ്ഠിതമാകണം, ധാർമ്മികമായ ജീവിതമായിരിക്കണം. അപ്പോൾ ധർമ്മത്തിൻ്റെ അടിത്തറയിൽ, ധർമ്മമാകുന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ഓരോ വ്യക്തിയും ജീവിക്കാൻ. അപ്പോൾ ധർമ്മം എന്താണ്, അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. നമ്മളൊക്കെ പറയാറുണ്ട്, ഇതെൻ്റെ ധർമ്മമാണ്, ഇത് അവരുടെ ധർമ്മമാണ്. യഥാർത്ഥത്തിൽ എന്താ ധർമ്മം? ഇംഗ്ലീഷിൽ അതിനൊറ്റ വാക്കേ ഉള്ളൂ, ഡ്യൂട്ടി. അതായത് അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യകർമ്മം യാതൊന്നോ അത് ധർമ്മം. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്, യതോ വിഹിത കർമ്മ തത് ധർമ്മ, യതോ അവിഹിത കർമ്മ തത് അധർമ്മ. ലോകാനുസാരിയായ എല്ലാ വിഹിത കർമ്മങ്ങളും ധർമ്മമാണ്, അവിഹിത കർമ്മങ്ങളെല്ലാം അധർമ്മവുമാണ്. അപ്പോൾ ധർമ്മം ആചരിക്കുവാനുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. വിഷ്ണു പുരാണത്തിൻ്റെ ഫലശ്രുതി, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്, ആചാരാത് പ്രഭവ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. അപ്പോൾ ധർമ്മം ആചരിക്കുവാനുള്ളതാണ്. ധർമ്മത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ധർമ്മ ഏവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മവും രക്ഷിക്കും. അപ്പോൾ ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെയാണ് ധർമ്മം നിലനിൽക്കേണ്ടത്, നിലനിർത്തേണ്ടത്. ധർമ്മം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് ആചരിക്കാൻ കഴിയൂ. എന്താ ധർമ്മം? ഋഗ്വേദത്തിൽ 1-ാം മണ്ഡലത്തിൽ വിഷ്ണു സൂക്തത്തിൽ പറയുന്നു, ത്രീണി പദാവിചക്രമേ വിഷ്ണുർഗോപ അദാഭ്യഃ അതോ ധർമാണി ധാരയൻ. വിശ്വത്തെ ധരിച്ച് ഭദ്രമായി നിലനിർത്തുന്നത് യാതൊന്നോ അത് ധർമ്മം. ഈ ലോകത്തെ ധരിച്ചിരിക്കുന്നതാണ് ധർമ്മം. അത് ഭദ്രമായി നിലനിർത്തുന്നതാണ്, അതായത് ഐശ്വര്യപ്രദമായി നിലനിർത്തുന്നതാണ്. അതാണ് ധർമ്മം. ധരണാധർമ്മമിത്യാഹു ധരതി ലോകാൻ ധ്രിയതേ പുണ്യാത്മഭിർവാൻ യതോ അഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ ചോദനാത് ലക്ഷണാർത്ഥോ ധർമ്മ ജഗതസ്ഥിതകാരിണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയ ഹേതുർ യ സധർമ്മ. ചുരുക്കി പറഞ്ഞാൽ സർവപ്രാണികളുടെയും, അതായത് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്, അവയുടെ ശ്രേയസ്സിന് കാരണമായിട്ടുള്ളത് യാതൊന്നോ അതാണ് ധർമ്മം. അപ്പോൾ എല്ലാവരെയും നിലനിർത്തുന്നതാണ് ധർമ്മം. ഇതാണ് ആചരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത്. ധർമ്മം
ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് നിലനിർത്തേണ്ടത്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മവും സംസ്കാരവും ഒന്നാണ്. ധർമ്മത്തിൽ നിന്ന് വേറിട്ട സംസ്കാരമോ സംസ്കാരത്തിൽ നിന്ന് വേറിട്ട ധർമ്മമോ ഭാരതീയനില്ല. അതുകൊണ്ട് ഈ ധർമ്മം എന്താണ് ഇത് ആചരിക്കണമെങ്കിൽ ഇതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണ, അതായത് അവബോധം നമ്മളിലുണ്ടാവണ്ടേ. ധർമ്മത്തിന് 4 ലക്ഷണങ്ങളാണ് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. വേദ സ്മൃതി സദാചാര സ്വസ്യജ പ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷ്യം. ഒന്ന്, വേദത്തിൻ്റെ 4 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഈ ധർമ്മത്തിൻ്റെ 4 ലക്ഷണങ്ങളാണ് പറയുന്നത്. വേദം, സ്മൃതി, സദാചാരം, സ്വസ്യജ പ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷ്യം. വേദം ആദ്യം മുതൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. വേദം എന്താ? വേദം ആ വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അറിവ്. അതായത് വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം തന്നെ ഉണ്ടായത്. അതിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. ഏതറിവാണ്? നമ്മൾ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന അറിവുണ്ടല്ലോ. a+b² ഈസ് ഈക്വൽ ടു a² + 2ab + b². ഈ ഇക്വേഷൻ, ഈ അറിവ്, ഇതാണോ വേദം? അവനവൻ്റെ സത്തയെക്കുറിച്ചുള്ള അറിവ്. അതായത് ലോകാരംഭം മുതൽ, അഥവാ മനുഷ്യരാശിയുടെ ആരംഭം മുതൽ മനുഷ്യൻ സ്വയം ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? എന്തിനിവിടെ ജീവിക്കുന്നു? ഒടുവിൽ എവിടേക്ക് പോകുന്നു? ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഒടുവിൽ എവിടേക്ക് പോകുന്നു? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തിയവർ ഭാരതത്തിലെ ഋഷീശ്വരന്മാരായിരുന്നു. അവര് കണ്ടെത്തിയ ആ ശാശ്വത സത്യത്തെ അവർ മന്ത്രരൂപേണ കുറിച്ചു വച്ചു. ആ മന്ത്രങ്ങൾ അത് മനനരൂപേണ, അത് എന്താ? മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മനനത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുമ്പോൾ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. നിരന്തരമായി ഇത് മനനം ചെയ്യേണ്ടതാണ്. അങ്ങനെ അവർ കുറിച്ചു വെച്ച ആ ശാശ്വതമായ സത്യങ്ങൾ അതെല്ലാം വേദമന്ത്രങ്ങളായി പരിണമിച്ചു. ഇവിടെ വേദം എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ്. അത് തന്നെ 2 രൂപത്തിലുണ്ട്: ജ്ഞാനവും വിജ്ഞാനവും. അപ്പോൾ എല്ലാ തലത്തിലും അറിവ് നേടണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഉപനിഷത്ത് കഥയുണ്ട്. പ്രശസ്തനായ ഒരു മഹർഷീശ്വരൻ
തൻ്റെ പുത്രനെ മറ്റൊരാശ്രമത്തിൽ വിട്ട് പഠിപ്പിച്ചു. ആ കാലഘട്ടത്തിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. അന്നത്തെ വിദ്യാഭ്യാസവും ഇന്നത്തെ വിദ്യാഭ്യാസവും തമ്മിൽ അജഗജാന്തരമുണ്ട്. അതായത് ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതായത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതി ഭാരതത്തിൽ നടപ്പിലാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന മെക്കാളെ സാഹിബാണ്. അന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ് കത്തെഴുതി, ഞാനിവിടെ നടപ്പിലാക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ യഥാവിധി നടപ്പിലായാൽ ഓരോ ഭാരതീയനും കെട്ടിലും മട്ടിലും നടപ്പിലും എടുപ്പിലുമൊക്കെ ഭാരതീയനായിരിക്കും, പക്ഷെ അവൻ ആന്തരിക തലത്തിൽ വെള്ളക്കാരനായി മാറും എന്ന് മെക്കാളെ പ്രഖ്യാപിച്ചു. 50 വർഷം കൊണ്ട് നമ്മളൊക്കെ അത്തരത്തിലായില്ലേ? ഇന്ന് നമ്മളൊക്കെ ആരാ? കറുത്ത സായിപ്പന്മാരാണ്. നമ്മുടേതായ എല്ലാത്തിനോടും നമുക്കൊരു തരം അവജ്ഞ, പുച്ഛം, എന്തിനും ഏതിനും പടിഞ്ഞാറ് നോക്കികളായി അധപ്പതിക്കുന്ന അഥവാ വെസ്റ്റേണിസത്തിൻ്റെ വക്താക്കളായി തീരുന്ന നമ്മളും നമ്മുടെ തലമുറയും വരുന്ന തലമുറയും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് ഗുണമുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുപരി ഭാരതീയമായ ആ ഒരു സ്വത്വം, ആ ഒരു സംസ്കാരം, അതിനോട് ആധുനിക തലമുറയ്ക്ക് ഒരു വിമുഖത ഉണ്ടാക്കിക്കൊടുക്കുന്ന തലത്തിലുള്ള വിദ്യാഭ്യാസമാണ്. അതായത് നമ്മുടെ ആ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്ര സത്യങ്ങൾ പോലും വളച്ചൊടിച്ച് ആരുടെയൊക്കെയോ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തലത്തിലേക്ക് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അനാദിയായ ഭാരതത്തിൻ്റെ ചരിത്രം പോലും വളച്ചൊടിക്കുവാൻ ചില കുൽസിത ബുദ്ധികൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇങ്ങനെ ഈ വിദ്യാഭ്യാസം, അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസം. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉത്തമനായ ഗുരുക്കന്മാരെ തെരഞ്ഞെടുക്കുമായിരുന്നു ശിഷ്യന്മാർ. അഥവാ ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരെ തെരഞ്ഞെടുക്കുമായിരുന്നു ശിഷ്യന്മാർ. അതുപോലെ ഉത്തമരായ ശിഷ്യന്മാരെയും ഗുരുക്കന്മാർ തെരഞ്ഞെടുക്കുമായിരുന്നു. അത് വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന കൃതിയിൽ പാർവതി ദേവി പറഞ്ഞതുപോലെ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. വിദ്യ കൊടുക്കേണ്ടത് അതാത് യോഗ്യതയുള്ള ആളുകൾക്ക് വേണം അതാത് വിദ്യകൾ പകർന്നു കൊടുക്കാൻ. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ ഈ മഹർഷീശ്വരൻ തൻ്റെ പുത്രനെ മറ്റൊരു ആശ്രമത്തിൽ വിട്ട് പഠിപ്പിച്ചു. അവിടെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഉപനയനം കഴിഞ്ഞാൽ പിന്നെ വേദം പഠിക്കണം. അതിന് വേദം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായി വ്യാകരണം പഠിക്കണം. ആ കാലഘട്ടത്തിൽ വ്യാകരണമായി പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാണിനി സൂത്രമാണ്. 4000 സൂത്രങ്ങളുള്ള പാണിനി സൂത്രം. അത് 8 മാസം കൊണ്ട് പഠനം തീർക്കണം. ഗുരു എഴുതി കൊടുക്കില്ല, ഗുരുമുഖത്ത് നിന്ന് അത് കേട്ട് പഠിക്കണം. ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. 4000 സൂത്രങ്ങളുള്ള പാണിനി സൂത്രം 8 മാസം പോയിട്ട്, 8 വർഷം പോയിട്ട്, 80 വർഷം പോയിട്ട്, ഒരു
പുരുഷായുസ് മുഴുവനിരുന്ന് പഠിച്ചാലും കാണാതെ പഠിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അന്ന് പഠിക്കുമായിരുന്നു. അതിനുശേഷമാണ് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് പഠിക്കുന്നത്. അത് 2 ശിക്ഷപ്രകാരമാണ്. ഒന്ന് ശൗനക ശിക്ഷ അനുസരിച്ച്, 2 യാജ്ഞവൽക്യ ശിക്ഷ അനുസരിച്ച്. അങ്ങനെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് പഠിക്കും. അതിന് ശിക്ഷ എന്നൊക്കെ പറയും. അതിൽ 2 ശാസ്ത്രങ്ങൾ ഉണ്ട്. ഒന്ന് ശിക്ഷാശാസ്ത്രം, 2 നിരുക്തം. നമ്മുടെ 6 ശാസ്ത്രങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 4 വേദം 6 ശാസ്ത്രം എന്നൊക്കെ. ഏതൊക്കെയാ? 4 വേദങ്ങൾ നമുക്കറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 6 ശാസ്ത്രങ്ങൾ. ജ്യോതി കൽപ്പോ നിരുക്തം ച ശിക്ഷ വ്യാകരണം തഥ ഛന്ദോ വിധിതിരേതാനി ഷഡംഗാനി വിധിശ്രുതേ. ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്. ഇവയാണ് 6 ശാസ്ത്രങ്ങൾ. അതായത് വേദാംഗങ്ങൾ എന്നറിയപ്പെടുന്ന 6 ശാസ്ത്രങ്ങൾ. ഇത് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് പഠിക്കുന്നത് ഈ 2 ശിക്ഷപ്രകാരമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം വേദങ്ങളിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ജ്ഞാനകാന്ഡം, 2 കർമ്മകാന്ഡം, 3 ഉപാസനാകാന്ഡം. ഇത് 3ഉം പഠിക്കും വെവ്വേറെ. അങ്ങനെ പഠിച്ചത് 3ഉം എത്തിപ്പെടുന്നത് ഒരു തത്വത്തിലാണെന്നറിയണം. അതിനുശേഷമാണ് വേദാന്തം പഠിക്കുന്നത്. വേദാന്തത്തിന് 4 ഭാഗങ്ങളാണുള്ളത്. ആരണ്യകം, ബ്രാഹ്മണം, സംഹിത, ഉപനിഷത്ത്. ഈ 4 ഭാഗങ്ങളും വെവ്വേറെ വെവ്വേറെ പഠിക്കും. അതും എത്തിപ്പെടുന്നത് ഒരു തത്വത്തിലാണെന്ന രഹസ്യം ശിഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കും ഗുരു. അതിനുശേഷമാണ് അഗ്നിവിദ്യ പഠിപ്പിക്കുന്നത്. അഗ്നിവിദ്യയ്ക്ക് ശേഷമാണ് ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദ ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേഷനാണ് അന്നത്തെ ബ്രഹ്മവിദ്യ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ, ഈ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുത്ത് ഗുരു ഇടത് ചെവിയിൽ വെറ്റില വെച്ച് പൊത്തിയിട്ട് വലത് ചെവിയിൽ 4 ഉപദേശങ്ങൾ കൊടുക്കും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. മാതൃദേവോ ഭവ, അമ്മയെ ഈശ്വരതുല്യം കരുതണം. പിതൃദേവോ ഭവ, അച്ഛനെ ഈശ്വരതുല്യം കരുതണം. ആചാര്യദേവോ ഭവ, ആചാര്യനെ ഈശ്വരതുല്യം കാണണം. അതിഥി ദേവോ ഭവ, അതിഥിയെ ഈശ്വരതുല്യം കാണണം. ഇവിടെ ഒരു സംശയമുണ്ട്. ആരാ അതിഥി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും മറുപടി പറയും, നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ അതിഥിയാണ്. യഥാർത്ഥത്തിൽ അതിഥി, വീട്ടിൽ വരുന്നവരെയൊക്കെ അതിഥിയായി കണ്ടാൽ അത് ഈ കാലഘട്ടത്തിൽ അപകടം വരുത്തി വയ്ക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാരതീയ ഈശ്വര ദർശനത്തിൻ്റെ മാനബിന്ദുക്കൾ എന്നറിയപ്പെടുന്ന 6 ദർശനങ്ങൾ നമുക്കുണ്ട്. അതിന് ഷഡ് ദർശനങ്ങൾ, ആസ്തികമായ ഷഡ് ദർശനങ്ങൾ. ഒന്ന് ഗൗതമന്റെ ന്യായശാസ്ത്രം, 2 കണാദന്റെ വൈശേഷികം, 3 പതഞ്ജലിയുടെ യോഗം, 4 കപിലമുനിയുടെ സാഖ്യം, 5
ജൈമിനിയുടെ പൂർവമീമാംസ, 6 ബാദരായണന്റെ അഥവാ വേദവ്യാസന്റെ ഉത്തരമീമാംസ. ഇതാണ് 6 ശാസ്ത്രങ്ങൾ. ഇതില് ജൈമിനിയുടെ പൂർവമീമാംസയിൽ പറയുന്ന ഒരു രഹസ്യമുണ്ട്. ഒരു പുരുഷനെ കാത്ത്, അതിഥിയെക്കുറിച്ചാണ് പറയുന്നത്, ഒരു പുരുഷനെ കാത്ത് അവൻ്റെ ഭാര്യ വീട്ടിൽ ആഹാരമോ, ഇനി ആഹാരമില്ലെങ്കിൽ കുറഞ്ഞപക്ഷം വെള്ളമോ എങ്കിലും തയ്യാർ ചെയ്ത് വീട്ടിൽ കാത്തിരിക്കാനുണ്ടെങ്കിൽ ആ പുരുഷൻ എവിടെ ചെന്നാലും അതിഥിയായി ഗണിക്കാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരു പുരുഷനെ കാത്തവൻ്റെ ഭാര്യ വീട്ടിൽ ഭക്ഷണമോ കുറഞ്ഞപക്ഷം വെള്ളമോ എങ്കിലും തയ്യാർ ചെയ്ത് വീട്ടിൽ കാത്തിരിക്കാനുണ്ടെങ്കിൽ ആ പുരുഷൻ എവിടെ ചെന്നാലും അതിഥിയായി ഗണിക്കാൻ പാടില്ല. പിന്നെ ആരാ അതിഥി? അതിഥി. തിഥി നോക്കാതെ, അതായത് മുഹൂർത്തം നോക്കാതെ നമ്മുടെ വീട്ടിൽ വരുന്നവരാണ് അതിഥി. അതാരായിരിക്കും? ഒന്നുകിൽ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരോ അല്ലെങ്കിൽ അവധൂതന്മാരോ ആയിരിക്കും നമ്മുടെ വീട്ടിൽ വരുന്നത്. അങ്ങനെയുള്ളവരെയാണ് അതിഥിയായി കാണേണ്ടത്. അവരെയാണ് ഈശ്വര തുല്യം കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു ജൈമിനി തൻ്റെ പൂർവമീമാംസയിലൂടെ. ഞാനിത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ഗുരു 4 ഉപദേശങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കും. മുമ്പ് പറഞ്ഞതുപോലെ ഈ മഹർഷിപുത്രൻ തിരിച്ച് ആശ്രമത്തിലെത്തി. തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിരുത്തി അവരുടെ മുമ്പിൽ ശിഷ്യനോട് ചോദിച്ചു, ഈ പുത്രനോട് ചോദിച്ചു, നീ എല്ലാം പഠിച്ചോ? തൻ്റെ പുത്രൻ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞാൻ എല്ലാം പഠിച്ചു. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, നീ എല്ലാം പഠിച്ചയാളല്ലേ, ഇനി എൻ്റെ വീതം ഒരു ചോദ്യം. യാതൊന്ന് കണ്ടാലാണോ മറ്റൊന്നും കാണേണ്ടതായില്ലാത്തത്? യാതൊന്ന് കേട്ടാലാണോ മറ്റൊന്നും കേൾക്കേണ്ടതായില്ലാത്തത്? യാതൊന്നറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടതായില്ലാത്തത്? ഏതാണ് ആ അറിവ്? മകൻ വാവൊളിച്ചു പോയി. മകൻ പറഞ്ഞു, ഇത് ഗുരു പഠിപ്പിച്ചിട്ടില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ തൻ്റെ ശിഷ്യന്മാരെ സപ്തദ്വീപുകളിലേക്ക് പറഞ്ഞയച്ചു ഈ മഹർഷീശ്വരൻ. 12 വർഷക്കാലത്തേക്കാണ് അവരും അലഞ്ഞ് നടന്ന് ഇതിനുത്തരം കണ്ടെത്താതെ മടങ്ങിയെത്തി. ശിഷ്യന്മാരെ ഇരുത്തിയിട്ട് അച്ഛൻ മകനോട് പറഞ്ഞു, നീ പോയി ഒരു അരയാലിൻ്റെ വിത്ത് കൊണ്ടുവരാൻ. അരയാലിൻ്റെ വിത്ത് കൊണ്ടുവന്നു. അത് പൊട്ടിക്കാൻ പറഞ്ഞു. അത് പൊട്ടിച്ചു. അതിനുള്ളിൽ പരിപ്പ്, നമ്മൾ ഫലക്കഞ്ചുകം എന്നൊക്കെ വിവക്ഷിക്കുന്ന പരിപ്പ്, അത് പിളർക്കാൻ പറഞ്ഞു. അത് പിളർന്നപ്പോൾ അതിനുള്ളിലൊരു ചെറിയ മുകുളം. ആ മുകുളം പിളർക്കാൻ പറഞ്ഞു. മുകുളം പിളർന്നപ്പോൾ അതിനുള്ളിൽ അതിസൂക്ഷ്മമായ ഒരു ശൂന്യസ്ഥലം. അതിനി ഒന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. അച്ഛൻ മകനോട് ചോദിച്ചു, ശിഷ്യന്മാരുടെ കേൾക്കൽ, ഇതിൽ നിന്ന് നിനക്കെന്തു മനസ്സിലായി? ആരും ഒന്നും മിണ്ടാതിരിക്കുക. ഈ മഹർഷീശ്വരൻ തൻ്റെ പുത്രനോട് പറഞ്ഞു, ഈ ശൂന്യതയിൽ നിന്നാണ് ഇത്ര വലിയ ഒരു വടവൃക്ഷം രൂപം കൊണ്ടത് എങ്കിൽ ഇതേ ശൂന്യത തന്നെയാണ് നിന്റെ ഉള്ളിലുമുള്ളത്. എന്നിട്ട് പ്രശസ്തമായ തൈത്തിരീയ ഉപനിഷത്തിലെ 2-3 അധ്യായങ്ങളായ ഭൃഗുവല്ലിയിലും ബ്രഹ്മാനന്ദവല്ലിയിലും പ്രയോഗിച്ചിരിക്കുന്ന പഞ്ചകോശ വിവേകത്തെക്കുറിച്ച് അച്ഛൻ മകനോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്നിലെ നിന്നെ പൊതിഞ്ഞ്, ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാക്കുകൾ, നിന്നിലെ നിന്നെ
പൊതിഞ്ഞ് 5 കോശങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന് അന്നമയ കോശം, 2 പ്രാണമയ കോശം, 3 മനോമയ കോശം, 4 വിജ്ഞാനമയ കോശം, 5 ആനന്ദമയ കോശം. ഈ പഞ്ചകോശങ്ങൾക്കുള്ളിലാണ് നീ കുടികൊള്ളുന്നത്. അതെങ്ങനെ? രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, ബോധരൂപമായ സത്യമായി നീ കുടികൊള്ളും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് തൻ്റെ സത്തയെക്കുറിച്ചുള്ള അറിവാണ്. അന്നമയ കോശം, അന്നം കൊണ്ട് നിലനിർത്തപ്പെടുന്നത് അഥവാ അന്നം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നത് അത് നമ്മുടെ ശരീരമാണ്. അതിനുള്ളിലാണ് പ്രാണമയ കോശം. നമുക്ക് ദശപ്രാണനടങ്ങുന്നതാണ് നമ്മുടെ ശരീരം. അതായത് 10 പ്രാണൻ, 5 പ്രാണനും 5 ഉപപ്രാണനും അടങ്ങുന്നതാണ് നമ്മുടെ ശരീരം. 5 പ്രാണൻ ഇവയാണ്. 1 പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. 5 ഉപപ്രാണന്റെ പേര് കൂടി കേട്ടുകൊള്ളൂ. നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഈ ദശപ്രാണനടങ്ങുന്നതിനാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ വൃത്തികളെയും നിയന്ത്രിക്കുന്നത് ഓരോ പ്രാണനാണ്. ചിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രാണന്റെ വൃത്തിയാണ്. നമ്മുടെ ശരീരത്ത് നിന്ന് വേസ്റ്റ് പുറന്തള്ളുന്നത് വേറൊരു പ്രാണന്റെ പ്രവൃത്തിയിൽപ്പെടുന്നതാണ്, അഥവാ പ്രവൃത്തി ഫലമായിട്ടാണ്. ഇതിനുള്ളിലാണ്, ഈ പ്രാണമയ കോശത്തിനുള്ളിലാണ് മനോമയ കോശം. മനോമയ കോശത്തിന് വേദാന്തം വേറൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്, കാമമയ കോശം. ആഗ്രഹങ്ങളൊക്കെ രൂപപ്പെടുന്നത് മനസ്സിലായതുകൊണ്ട്, അതുകൊണ്ടാണ് കാമമയ കോശം എന്ന പേര് കൂടി ഇതിന് കൊടുക്കാൻ കാരണം. അതിനുള്ളിലാണ് വിജ്ഞാനമയ കോശം, അത് അറിവിൻ്റെ തലമാണ്. അതിനുള്ളിലാണ് ആനന്ദമയ കോശം. അതിനും ഉള്ളിലാണ് രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, ബോധരൂപമായ സത്യമായി നീ കുടികൊള്ളുന്നത്. ഈ അറിവാണ് വേദം. അഥവാ തന്നെക്കുറിച്ചുള്ള, തൻ്റെ സത്തയെക്കുറിച്ചുള്ള അറിവാണ് വേദം. ഈ വേദ രഹസ്യം ഇനി ബാക്കി സ്മൃതിയുണ്ട്, സദാചാരമുണ്ട്, സ്വസ്യജ പ്രിയമാത്മന എന്ന തലമുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി പ്രതിപാദിക്കാം. ഞാൻ സൂചിപ്പിച്ചത് ഈ സനാതന ധർമ്മത്തെക്കുറിച്ച്, ഈ ശാശ്വതമായ സത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധമാണ് ഭാരതീയം ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പരമാവധി എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഉദ്യമത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുവാൻ, ഇത് എല്ലാ സനാതനധർമ്മ വിശ്വാസികളിലും ഈ സന്ദേശം എത്തണം. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ ചാനലിലൂടെ സാധ്യതപ്രായമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതലായി നമുക്ക് വിവരങ്ങൾ അറിയുവാൻ, ഇതിൻ്റെ ബാക്കി എന്ന നിലയിൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയണം. അതിനായി ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും നമസ്തേ.